ഹായ് എവരി വൺ. ഇന്ന് നമുക്ക് PSCയിലെ കുറച്ച് ബയോളജി ക്വസ്റ്റ്യൻസ് നോക്കാം. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി എന്നറിയപ്പെടുന്നു. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി എന്നറിയപ്പെടുന്നു. പല്ലുകളെ കുറിച്ചുള്ള പഠനം ഓഡന്റോളജി എന്നറിയപ്പെടുന്നു. ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി എന്ന പേരിലും അറിയപ്പെടുന്നു. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി, വൃക്കയെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി, ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം പൾമണോളജി എന്നും അറിയപ്പെടുന്നു. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം കരൾ. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46, 23 ജോഡികൾ. അടുത്തതായി നമുക്ക് ഹൃദയത്തിനെ കുറിച്ച് നോക്കാം. മനുഷ്യ ഹൃദയ അറകളുടെ എണ്ണം 4. വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം പെരിക്കാർഡിയം. പെരിക്കാർഡിയൽ സ്തരങ്ങൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിക്കാർഡിയൽ ദ്രവം എന്ന് അറിയപ്പെടുന്നു. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ മഹാധമനി. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകൾ ഊർധ്വമഹാശിര, അധോമഹാശിര. ഹൃദയത്തിൽ നിന്നും രക്തം ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകൾ ശ്വാസകോശ ധമനി. ശ്വാസകോശത്തിൽ നിന്നും ശുദ്ധരക്തം ഹൃദയത്തിൽ എത്തിക്കുന്ന രക്തക്കുഴലുകൾ ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന ഏകധമനി ശ്വാസകോശ ധമനി. ശുദ്ധരക്തം വഹിക്കുന്ന ഏകസിര ശ്വാസകോശ സിര. വലത് ഏട്രിയത്തിന് വലതു വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവ് ട്രൈകസ്പിഡ് വാൽവ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവ് ബൈകസ്പിഡ് വാൽവ്. രക്തപര്യായന വ്യവസ്ഥയിൽ ഒരേ രക്തം 2 പ്രാവശ്യം ഹൃദയത്തിലൂടെ കടന്നുപോകുന്നു. ഇതിനെയാണ് ദ്വിപര്യായന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതുവരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.